കേരളത്തിലെ 40 ലക്ഷത്തോളം വരുന്ന ജനതയുടെ ജീവരക്ഷ ഉറപ്പാക്കുന്നതിന് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്ന് കേരള കേന്ദ്ര സർക്കാരുകളോട് ഞങ്ങൾ പ്രവാസികൾ ആവശ്യപ്പെടുന്നു. എല്ലാ ജനങ്ങളും സൗഹൃദപരമായി ജീവിക്കുന്നതിനായി എന്നും നിലകൊണ്ട കേരള ജനത തമിഴ്നാടിന് കരാർ പ്രകാരം ഇന്ന് ലഭിക്കുന്ന ജലം ഉറപ്പുവരുത്തുന്നതിന് പ്രതിജ്ഞാബദ്ധരാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. മനുഷ്യജീവൻ അമൂല്യമാണ്. അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കുന്നതിനായി പൊരുതുക എന്നത് സംസ്കാരത്തിന്റെ അടിസ്ഥാന ശീലമാണ്. ഈ യോഗം നിയന്ത്രിക്കുന്നത് കേരള സോഷ്യലിസ്റ്റ് സമാദരണീയനായ പ്രസിഡന്റ് ശ്രീ KB മുരളിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡാം 999 സിനിമയുടെ സംവിധായകൻ ശ്രീ സോഹൻ റോയിയെ പൊന്നാട അണിയിക്കാനായി KCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ബാബു വടകരയെ. കേരളത്തെ ആകമാനം ഒരുതരം ഭീതിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മുല്ലപ്പെരിയാർ എന്ന പ്രശ്നം നമ്മുടെ മുമ്പിൽ പരിഹാരമില്ലാതെ നിൽക്കുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അബുദാബിയിലെ മലയാളികളെ, ഇതിൻ്റെ സംഘാടകരെ, കാറും കോളും നിറഞ്ഞ ഒരു കടലിലൂടെ, പ്രക്ഷുബ്ധമായ ഒരു കടലിലൂടെ തൻ്റെ കപ്പലിനെ എങ്ങനെയോ കരക്കടിപ്പിച്ച ഒരു നാവികൻ്റെ മനസ്ഥിതിയിലാണ് ഞാനിപ്പോൾ. കുറേയേറെ പ്രതിസന്ധികൾക്ക് ശേഷം ഡാം 999 എന്ന സിനിമ സാക്ഷാത്കരിക്കപ്പെടുന്നു. അത് തിയേറ്ററുകളിലെത്തുന്നു, നിങ്ങളിലേക്ക് എത്തുന്നു. പ്രകൃതി പലപ്പോഴും കോപിക്കുന്ന സമയത്ത് നമുക്ക് ചില വാർണിങ്സ് ഒക്കെ തരും. പക്ഷേ ഒരു വലിയ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ആ വാർണിംഗ് ലഭിക്കാറില്ല. ഏത് വലിയ ഭൂകമ്പങ്ങളോ എന്ത് എടുത്തോളൂ, എല്ലാം പെട്ടെന്നായിരിക്കും ഉണ്ടാവുക. വലിയ ജീവഹാനിയും അതോടൊപ്പം സംഭവിക്കുന്നു. പക്ഷേ ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തം ആകാനിടയുള്ളത് കൊണ്ടാകാം പ്രകൃതി വീണ്ടും 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 നമുക്കൊരു വാർണിംഗ് തന്നുകൊണ്ടേയിരിക്കുന്നു മുല്ലപ്പെരിയാറിൽ. അതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ 9 മാസത്തിനിടയിൽ ഇത്രയധികം ഭൂചലനങ്ങൾ നമ്മൾക്ക് മുന്നിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞ് ഒരാഴ്ചയിൽ 2 ഭൂകമ്പം എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. പ്രകൃതിയുടെ ഈ സൂചന കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ഇനി ഏറ്റുവാങ്ങുക എന്നുള്ള ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ. അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനും സാധിക്കുള്ളൂ. കേരള സമൂഹത്തിന് ഇന്ന് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ചാനലും കുറേ സാധനങ്ങളൊക്കെ നമുക്കുണ്ട്. അതുമായിട്ട് അങ്ങനെ പോകും. അങ്ങനെ പ്രേമചന്ദ്രന്മാർ തോൽപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ ആശങ്കകളിൽ നിന്ന് ആശങ്കകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് എന്നെങ്കിലും ഒരു ദിവസം ഇതുപോലെ ഒരു വലിയ സാധനം നടക്കും. അന്ന് കേരളം ഈ പറഞ്ഞ പോലെ 5 ജില്ലകളില്ലാതെ 2 തുരുത്തായിട്ട് മാറും. അങ്ങനെ നമുക്ക് ശ്രീലങ്കയിലേക്ക് പോകുന്ന പോലെ കൊല്ലത്തേക്കും തിരുവനന്തപുരത്തേക്കും കോഴിക്കോട്ടുകാർക്കും തൃശ്ശൂരിൻ്റെ ഒരു പകുതി വെച്ചിട്ടുള്ള ആളുകൾക്ക് പോകാൻ വേണ്ടി കഴിയും. അന്നും കേരളം പാഠം പഠിക്കുമോ എന്ന് ചോദിച്ചാൽ നല്ല നമസ്കാരം എന്ന് എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി. ഇതിന്റെ പിന്നിൽ വളരെ ശക്തമായി സജീവമായി സക്രിയമായി ഇടപെട്ടുകൊണ്ട് ഇതിന് ശാശ്വതമായൊരു പരിഹാരമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച അബുദാബി ശക്തി തിയേറ്റേഴ്സിന്റെയും യുവകലാ സാഹിത്യ പ്രവർത്തകർക്കും കേരള സോഷ്യൽ സെന്റർ മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.